സദസ്സിന് വന്ദനം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു അത്ഭുതകരമായ വരിയെക്കുറിച്ചാണ്. ജീവിതമാണ് ലഹരി. സന്തോഷത്തോടുള്ള അമിതമായ ആഗ്രഹം, സ്വപ്നങ്ങളോടുള്ള ആസക്തി, അനുഭവങ്ങൾ, വേദനകൾ. ജീവിതം നമ്മെ ചിരിപ്പിക്കുന്നു, കരയിപ്പിക്കുന്നു. പ്രത്യക്ഷമായ ഓരോ പുതിയ രാവും നമ്മിൽ പുതിയൊരു ആവേശം വിതറുന്നു. അതാണ് നമ്മെ മുന്നോട്ട് നടത്തുന്നത്, അതാണ് നമ്മെ ശക്തരാക്കുന്നത്. ജീവിതത്തിന്റെ ഈ ലഹരി എന്താണ്? ഓരോ പുതിയ സാധ്യതകളെ ആത്മവിശ്വാസത്തോടെ നേരിടൂ, തടസ്സങ്ങളെ മറികടക്കൂ, സ്വപ്നങ്ങളെ ഉറച്ചു പിടിക്കൂ. ഓരോ ദിവസവും പുതിയതായി തുടങ്ങും. നമ്മൾ പലർക്കും മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു വരാം: ജീവിതം ഇത്രയും കഠിനമാണ്, ഇതെങ്ങനെ ലഹരിയാകുന്നത്? ഓരോ വേദനയ്ക്കും പിന്നിൽ ഒരു പാഠമുണ്ട്, ഓരോ നഷ്ടത്തിനും പിന്നിൽ ഒരു ഭാവി സാധ്യതയുണ്ട്, ഓരോ ശ്രമത്തിനും പിന്നിൽ ഒരു വിജയം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ജീവിതം ഒരുപാട് നിറങ്ങളും അനുഭവങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞൊരു മയക്കുമരുന്ന് പോലെയാണ് സദസ്യരേ. ജീവിതം നമ്മെ പരീക്ഷിച്ചാലും, ചിലപ്പോൾ വഴിമാറ്റിയാലും, ചിലപ്പോൾ ഞെരുക്കിയാലും ഒരു കാര്യം മറക്കരുത്: ഓരോ അവസരവും വിനിയോഗിച്ച് പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കൂ. നമ്മുടെ ശരീരത്തിന്, സമൂഹത്തിന് ഹാനികരമായ ലഹരിക്കെതിരെ ശിരസ്സുയർത്തി പറയുക: ലഹരിക്കടിപ്പെടിൽ ഒരു നാളും നാം. ശിരസ്സുയർത്തി പറയുക: ലഹരിക്കടിപ്പെടിൽ ഒരു നാളും നാം. ഒരു രാഷ്ട്രത്തെ, അതുയർത്തിപ്പിടിക്കുന്ന സ്വപ്നങ്ങളെ മയക്കിക്കിടത്താനുള്ള എടുപ്പ വഴി അവിടുത്തെ യുവാക്കളെ ലഹരിക്കടിമപ്പെടുത്തുകയെന്ന് ഓപ്പിയം വാർ എന്നറിയപ്പെടുന്ന കറുപ്പ് യുദ്ധം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. 50% വാഹന അപകടങ്ങളുടെയും 60% കുടുംബ പ്രശ്നങ്ങളുടെയും മൂലകാരണം ലഹരി ഉപയോഗമാണ്. ഭൂരിഭാഗം പേരും കൗമാര കാലഘട്ടത്തിലോ യൗവനാരംഭത്തിലോ ആണ് ലഹരി നരകവാതിൽ തുറക്കുന്നത്. പ്രലോഭനങ്ങളിലൂടെയോ, കൗതുകത്തിനു വേണ്ടിയോ, അംഗീകാരത്തിനു വേണ്ടിയോ, അവഗണന മൂലമോ, ജീവിത നൈരാശ്യം മൂലമോ, അതിമാനുഷിക സങ്കല്പങ്ങളുടെ പൂർണ്ണത ലഹരിയിലാണെന്നുള്ള തെറ്റിദ്ധാരണ മൂലമാണ് ലഹരിയിലോട്ട് വഴുതി വീഴുന്നത്. ഇതിലേക്ക് എത്തിപ്പെടാതിരിക്കാനുള്ള കരുതലും മുൻകരുതലും ബോധവൽക്കരണവും നമ്മുടെ സമൂഹത്തിന്റെ, നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. നമുക്കെഴുതാൻ പൂഴി വിരിപ്പൂ ഭാരതപ്പുഴ, നമുക്ക് കാണാൻ മാനം നിർത്തുന്നു വർണ്ണ പുസ്തകം എന്ന ആറ്റൂർ കവിത പോലെ നമുക്കും ഈ പ്രപഞ്ചത്തിനെ തന്നെ വായിക്കാൻ കഴിയണം. ആധുനിക ശാസ്ത്രത്തെ ഉയർത്തിപ്പിടിച്ച ഗലീലിയോ ഗലീലി ശാസ്ത്രത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവനാണ്. സത്യത്തിന്റെ, അഹിംസയുടെ ലഹരി മോന്തി ലോകത്തിന് വെളിച്ചം പകർന്ന ഗാന്ധിജി. കാഴ്ചയും കേൾവിയും വാക്കുകളുമെല്ലാം വിദ്യ ഭരിച്ചപ്പോൾ ഹൃദയം കൊണ്ട് പ്രകൃതിയെയും സ്പർശം കൊണ്ട് ലോകത്തെയും അറിഞ്ഞ, തോൽക്കാൻ മനസ്സില്ലെന്ന ലഹരി പകർന്ന ഹെലൻ കെല്ലർ. വിധി തളർത്തിയിട്ട തന്റെ ശരീരത്തിന്റെ ബന്ധനങ്ങളെ ശാസ്ത്രാന്വേഷണങ്ങളുടെ ലഹരിയിൽ ജീവിതത്തെ തന്നെ പൊളിച്ചെഴുതിയ സ്റ്റീഫൻ ഹോക്കിംഗ്. ഏത് കർമ്മമണ്ഡലമായിക്കൊള്ളട്ടെ, ശാസ്ത്രമായിക്കൊള്ളട്ടെ, ഭരണ നിർവഹണമായിക്കൊള്ളട്ടെ, ഇതിനെല്ലാം ലഹരിയാക്കിയ APJ. വിളക്കു കൈവശമുള്ളവനെന്നും വിശ്വം ദീപമയം എന്ന ഉള്ളൂർ പാടുന്നുണ്ട്. പ്രിയ കവി ONV വിത്തിനെ മഹാവൃക്ഷമാക്കുന്ന, കാറ്റിന്റെ കൈകളിൽ വിത്ത് വിതർന്ന, ഇടിപൊട്ടി മുളപൊട്ടി ഇല നീട്ടി വെയിൽ മോന്തി പ്രകൃതി ഉന്മാദമായ നൃത്തത്തെക്കുറിച്ച് പാടുന്നുണ്ട്. അഹിംസയുടെ, സ്വയം സമർപ്പണത്തിന്റെ, സത്യസന്ധതയുടെ വിളക്കുമായി നമുക്ക് ഈ പ്രപഞ്ചത്തിന് വെളിച്ചമേകാം. ഏതു കൂരിരുളിലും ജീവിത ലഹരിയുടെ തിരിതാളം ഉയർത്തിപ്പിടിച്ച നമുക്ക് ഈ പ്രപഞ്ചത്തിന് വെളിച്ചമേകാം. ജീവിതമാണ് ലഹരി. ജീവിതം ലഹരിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഓരോ നിമിഷവും വിലപ്പെട്ടതാകുന്നു. പാടുക, ചിരിക്കുക, ചിന്തിക്കുക, പഠിക്കുക, അനുഭവിക്കുക, ജീവിക്കുക. നന്ദി.